ഈ മലയാളം എന്ന് പറയുന്ന ലാംഗ്വേജ് അത് വേറൊരു ലാംഗ്വേജ് പോലെയും അല്ല. ഈ ഭാഷയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ട് പറ്റും. ഇത് ഒരു സംസാര ഭാഷയാണ്. ഇത് നമുക്ക് ഒരുപാട് രീതിയിൽ വളച്ചും തിരിച്ചും മറിച്ചും ഒക്കെ നമുക്ക് ഒരുപാട് വാക്കുകൾ ഉണ്ടാക്കിയും അല്ലാതെ ഒക്കെ പറയാൻ പറ്റുന്ന ആ ഒരു സ്ട്രക്ചറാണ് ഈ ലാംഗ്വേജിനുള്ളത്. അപ്പൊ എല്ലാ വാക്കുകൾക്കും ഉണ്ടല്ലോ അതിൻ്റെതായ മീനിങ് ഉണ്ട്. ഓരോ വാക്കുകൾ നമുക്ക് ഉണ്ടാക്കി പറയാനായിട്ട് ഏറ്റവും എളുപ്പമുള്ള ഒരു ലാംഗ്വേജ് ആണെന്ന് ഫീൽ ചെയ്തിട്ടുണ്ട്. അതാണ് മലയാള ഭാഷയുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് തന്നെ. സ്ട്രക്ചർ തന്നെ അങ്ങനെയാണ്. സംസ്കൃതവും തമിഴും ഒക്കെ കലർന്ന ഒരു ഭാഷയാണ്. ശ്രേഷ്ഠ ഭാഷ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ലാംഗ്വേജ് ആണ്. അപ്പൊ ഈ ഒരു ഭാഷ ഇതിനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലം എന്ന് പറയുന്നത് ബിഗ് ബോസ് തന്നെയാണ്. സിനിമ കഴിഞ്ഞാൽ ഏറ്റവും അധികം റീച്ച് ഉള്ള ഒരു സംഭവമാണ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത്. അത്രയധികം ആളുകൾ കാണുന്ന അത്രയും മാസ് ആയിട്ടുള്ള ഒരു ഷോ ആണ്. ഈ ഷോയില് മലയാളം ഒട്ടും തന്നെ സംസാരിക്കാത്ത ആളുകള് വന്നിട്ടുണ്ട്. അവര് വന്ന് ഒരുപാട് ദിവസം നിന്നിട്ട് പോയിട്ടുണ്ട്. തമിഴ് സംസാരിച്ച് നിന്നിട്ട് പോയിട്ട് ഉള്ള ആളുകളുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ളവരെയൊക്കെ മലയാളികള് ഏറ്റെടുക്കുന്ന അല്ലെങ്കിൽ മലയാളികൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ലാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് എല്ലാവരെയും അക്സെപ്റ്റ് ചെയ്ത് ശീലിച്ചവരാണ്. നമുക്ക് എല്ലാവരെയും ഒരേപോലെ തന്നെ നമ്മളെല്ലാവരെയും ഒരേപോലെ കാണുന്ന ആളുകളാണ്. സീസൺ 1 ആ ഒരു അതിഥി എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് ആണെങ്കിലും സീസൺ 6 ശ്രീതു, ഈ സീസണിലെ തന്നെ ജിസേല്, ഇവരൊക്കെ ഒരുപാട് ദിവസം ബിഗ് ബോസ് ഹൗസിനകത്തേക്ക് നിന്നു. അതെന്തുകൊണ്ടാണ്? ക്വാളിറ്റിയാണ് പ്രേക്ഷകർ നോക്കുന്ന. ഒരു മനുഷ്യൻ, ഒരു വ്യക്തിയിലുള്ള ആ വ്യക്തിത്വം, പേഴ്സണാലിറ്റി, അവർ കളിക്കുന്ന ഗെയിം, ഇതൊക്കെയാണ് പ്രേക്ഷകർ നോക്കുന്നത്. അല്ലാതെ ഈ ഭാഷ, പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവണം എന്നുള്ളൊരൊറ്റ കാര്യമുള്ളൂ. ജിസയിലൊക്കെ ഇത്രയും ദിവസം നിന്നത് ശരിക്കും ഷോക്കിംഗ് ആയിരുന്നു. മലയാളം വളരെ കുറച്ച് മാത്രം അറിയാവുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ്. പക്ഷെ അത്രയും ദിവസം പിടിച്ചു നിന്നു. ഞാൻ പറഞ്ഞു വരാനായിട്ട് ഉദ്ദേശിച്ചതൊന്നും അല്ല. അനീഷ് സുപ്രഭാതം എന്ന് പറയുന്നത് ഇന്ന് ഒരു ഇഷ്യൂ ആവുന്നുണ്ട്. അക്ബറും അനീഷും തമ്മിൽ ഒരു ഇഷ്യൂ ആവുന്നുണ്ട്. ഇത് അക്ബർ വെറുതെ അനാവശ്യമായിട്ട് പിടിച്ചൊരു വള്ളിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒന്നും കിട്ടാഞ്ഞിട്ട് അക്ബറിന് വീണ് കിട്ടിയൊരു വള്ളിയാണ്. അക്ബർ ആകെ കൂടെ കളിച്ചിട്ടുള്ള ഒരു ഗെയിം എന്ന് പറഞ്ഞാൽ സെപ്റ്റിക് ടാങ്ക് വെച്ചിട്ട് ഒരു ഗെയിം കളിച്ചിട്ടുണ്ട്. അത് സെപ്റ്റിക് ടാങ്ക് ആണെന്ന് വിളിച്ച് ഒരു ഗെയിം കളിച്ചിട്ടുണ്ട്. പക്ഷെ അക്ബർ പിന്നീട് അത് തന്നെ ആ ഒരു സംഭവമായിട്ട് അത് പറഞ്ഞ ആ ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ടല്ലോ, കോണ്ടന്റുകൾ റീയൂസ് ചെയ്ത് സെപ്റ്റിക് ടാങ്ക് പോലെ ആക്കുന്നു എന്ന് പറയുന്ന ആ ഒരു സംഭവം അത് അക്ബർ തന്നെയാണെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായി. പോകെ അത് പ്രേക്ഷകർക്ക് മനസ്സിലായി. കാരണം ഇന്നും അക്ബർ പറയുന്നത് ആദ്യത്തെ ആഴ്ചയിൽ നടന്ന ആ ഒരു സംഭവമാണ്. സുപ്രഭാതം എന്ന് അനീഷ് പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് അനീഷ് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ ആ ഒരു സംഭവമാണ് അക്ബർ ചൂണ്ടിക്കാണിക്കുന്നത്. രാവിലെ മോർണിംഗ് സോങ് കഴിഞ്ഞിട്ട് എല്ലാവരും പോസിറ്റീവ് വൈബിലായിരിക്കും. ആ സമയത്ത് ആർക്കും തോന്നാത്ത ഒരു കാര്യമാണ് ബിഗ് ബോസിന്റെ അടുത്ത് ഗുഡ് മോർണിംഗ് പറയുക എന്നുള്ളൊരു കാര്യം. ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ആരാണ്? ഒരു വലിയ ക്രൂവിലെ ഒരു മെമ്പർ മാത്രമാണ്. അദ്ദേഹം അവിടെ ആ ഒരു ഏരിയയിൽ ഇരുന്ന് വോയിസ് കൊടുക്കുന്നു, ഇവർക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നു. അത് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത് എന്താണ്? ആര് പറഞ്ഞിട്ടാണ്? ക്രൂ മെമ്പേഴ്സ്, അവരുടെ ആ ഒരു ഭാരപ്പെട്ട ആളുകള് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ആണ് ആ മനുഷ്യൻ അവിടെ ഇരുന്ന് പറയുന്നത്. അപ്പൊ ആ മനുഷ്യന്റെ അടുത്ത് ഗുഡ് മോർണിംഗ് പറയുന്നതിനാണ് ഈ കിടന്ന് തിളയ്ക്കുന്നത്. അപ്പൊ ആ ഗുഡ് മോർണിംഗ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥവും നല്ലൊരു ദിവസം എന്ന് തന്നെയാണ്. ലാലേട്ടൻ പിന്നീട് പറയുന്നുണ്ട് നല്ലൊരു ദിവസം എന്ന് തന്നെയാണ് ആ വാക്കിന്റെ മീനിങ്. സുപ്രഭാതം എന്ന് പറഞ്ഞാലും ഗുഡ് മോർണിംഗ് എന്ന് തന്നെയാണ് അർത്ഥം. അല്ലാതെ വേറെ വലിയ അർത്ഥതലങ്ങളൊന്നും അതിനില്ല. അപ്പൊ അക്ബർ ഈ വെറുതെ ഫൈറ്റ് ഉണ്ടാക്കി അനീഷിനെ മെക്കിട്ട് കയറിയത് ഞാൻ ഈ പറഞ്ഞ ഈ ഒരു സംഭവം തന്നെയാണ്. കോണ്ടന്റുകളൊന്നും കിട്ടാഞ്ഞിട്ട് തുടക്കത്തിൽ ഒരു കോണ്ടന്റ് എടുത്തു വെച്ച് വെറുതെ റീയൂസ് ചെയ്യുന്നു. അത് അനീഷിന് പുറത്ത് നല്ല സപ്പോർട്ടാണ്. ഇത് ഈ ഒരു കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ അനീഷിന് സപ്പോർട്ടാണ്. അനീഷിന് ട്രേഡ് മാർക്ക് ആയി കഴിഞ്ഞു. ഈ ഒരു കാര്യങ്ങളൊക്കെ ബിഗ് ബോസ് ഹൗസിൽ വന്നിട്ടുള്ള ഓരോ ഗസ്റ്റുകളും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. നമ്മുടെ ആസിഫ് അലിയൊക്കെ ഗസ്റ്റ് ആയിട്ട് പ്രവേശിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് സുപ്രഭാതം എന്ന് പറഞ്ഞാൽ അനീഷിനെ ഒരുപാട് പ്രശംസിച്ചു. അപ്പൊ ഇതൊന്നും സഹിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്. ഇതൊന്നും അക്ബറിന് സഹിക്കുന്നില്ല. അക്ബറിന് ഇതുവരെ അവിടെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ, ഈ രീതിയിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാനായിട്ട് പറ്റിയിട്ടില്ല. പാരടി പാടുന്നതും പിന്നെ ബീംബാഗിൽ ഇരുന്ന് കുറ്റം പറയുന്നതും അല്ലാതെ ഒരു ഇമ്പാക്റ്റും അക്ബറിന് ഉണ്ടാക്കാനായിട്ട് പറ്റിയിട്ടില്ല. വെല്ലോന്റെയും വിഷുവിൽ കയറി ഇടപെട്ട് അത് എങ്ങനെ വളച്ചൊടിച്ച് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം, അത് വെച്ച് എങ്ങനെ സീൻ ഉണ്ടാക്കാം എന്ന് മാത്രം ചിന്തിച്ച് നടക്കുന്ന ഒരാളാണ് ഈ അക്ബർ എന്ന് പറയുന്നത്. അക്ബറിന്റെ ഗെയിം നിങ്ങളൊന്ന് എടുത്ത് നോക്കൂ. അക്ബർ എന്നാലും ടോപ്പ് 5 ഡിസേർവിംഗ് ആണ്. അതിനുള്ള കാരണവും ഞാൻ പറഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയമാണ് കളിക്കുന്നത്, വെറും രാഷ്ട്രീയമാണ് കളിക്കുന്നത്. ഒരു കൂട്ടത്തിൽ നിന്ന് മാറി നിൽക്കാനോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് സ്വന്തം കാര്യം നോക്കി കളിക്കാൻ അക്ബറിനെ കൊണ്ട് പറ്റില്ല. അക്ബറിന് എപ്പോഴും അണികളുണ്ട്. അണികളുടെ പ്രശ്നങ്ങൾ സ്വന്തം പ്രശ്നങ്ങളാക്കി മാറ്റും. എന്നിട്ട് ആ പ്രശ്നങ്ങൾ വെച്ചിട്ട് ഗെയിം കളിക്കും. അതാണ് അക്ബറിന്റെ ഒരു രീതി. ഒരൊറ്റ
ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് കൺക്ലൂഡ് ചെയ്യാം. അക്ബർ ഒരു സിംഗറാണ്, ഒരു പ്ലേബാക്ക് സിംഗറാണ്. മലയാളത്തിലൊക്കെ ഒരുപാട് സിനിമകളിലൊക്കെ പാടാൻ ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ്. ക്ലാസിക്കല് മ്യൂസിക് പഠിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മലയാള ഭാഷയെ അത്രയധികം അക്ബർ സ്നേഹിക്കേണ്ടതായിട്ടുണ്ട്. അനീഷ് സുപ്രഭാതം എന്ന് പറയുന്നതിൽ എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ അക്ബർ ഒരു കാര്യം ചെയ്യണം, സുപ്രഭാതം എന്ന അക്ബറും കൂടി ആ കൂട്ടത്തിൽ അങ്ങ് പറയണം. അത്രയേ ഉള്ളൂ. അതാവുമ്പം സുപ്രഭാതം അങ്ങ് ആയിക്കോളും, എല്ലാവർക്കും സുപ്രഭാതം ആയിക്കോളും. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അക്ബർ എന്തുകൊണ്ട് സുപ്രഭാതം പറയുന്നു എന്ന് ചിലപ്പോൾ പ്രേക്ഷകർ ചോദിച്ചേക്കാം. പക്ഷെ മനസ്സിലാവും, അസൂയ മൂത്തിട്ടാണെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാക്കിയുള്ളൂ. അത് ഒരു കുഴപ്പമില്ല. അല്ലെ പിന്നെ സുപ്രഭാതം എന്ന് പറഞ്ഞിട്ട് പാട്ടായിട്ട് പാടാം, ഒരു കുഴപ്പമില്ല. അപ്പൊ ഇതൊക്കെയാണ് സംഭവങ്ങൾ കേട്ടോ. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.